ഫ്രണ്ട്സ്. ഹായ് ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീയാണ്. ഗെറ്റ് റെഡി വിത്ത് അസ്. ഗെറ്റ് റെഡി വിത്ത് അസ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊരു സാരിയൊക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ പോവുക, എങ്ങും പോകുന്നില്ല, ഗെറ്റ് റെഡിക്ക് വേണ്ടിയിട്ട് റെഡിയാകുക. അപ്പോൾ ഞാനിന്ന് എന്നെ പോലെ എൻ്റെ ട്വിന്നിനെ ഒരുക്കാൻ പോകുവാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ ചെയ്യണ പോലെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പാറുവിനെ ഒരുക്കാൻ പോകുവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം സൺസ്ക്രീൻ ഇടാൻ പോകുവാണ്. സൺസ്ക്രീൻ അപ്പോൾ ഇതൊരു ജാപ്പനീസ് ബ്രാൻഡാണ് കേട്ടോ. ആക്ച്വലി ഇത് നല്ല സൺസ്ക്രീനാണ്. നീയല്ലേ ഒരുക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സൺസ്ക്രീനാണ്. ഓക്കെ, വരട്ടെ. ഞാനാണ് മൂത്തത്, ഇവളാണ് രണ്ടാമത്തെ. ഞാൻ പാറു, ഇത് ഗൗരി, അറിയാത്തവർക്ക്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ട്വിൻസിൻ്റെ കണ്ടന്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് പ്ലീസ് പ്ലീസ്. നമ്മളിപ്പോൾ 10K ആവും. അതെ, ഇപ്പം നമ്മൾ 9K ആവാറായി, നമുക്ക് 10K ആവാമല്ലോ. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ചെയ്യണതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുഞ്ഞിലത്തെ ഓരോരോ കഥകൾ ഞാൻ പറഞ്ഞുതരാം. എന്നെ കാണാണ്ട് പോയൊരു കഥയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കൊച്ചിലെ ഒരു 1ാം ക്ലാസ്സിലോ 5ിലോ എന്തോ 5 വയസ്സുള്ളപ്പോൾ എന്തോ ഞങ്ങളിവിടെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് തുടക്കേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെയുള്ള പിള്ളേരുമായിട്ട് ഇത്രയൊന്നും 5-6 പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ കൂടെയുള്ള കമ്പനി ഇല്ലാണ്ട് വേറെ കുറേ പേരുമായിട്ട് ഇനി എനിക്ക് വേറെ ഫ്രണ്ട്സിനെ വേണമെന്നും പറഞ്ഞുള്ള ഇതിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരമുള്ളൊരു വീട്ടിലോട്ട് പോയി. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അമ്മ കുളിച്ചൊരുങ്ങിയൊക്കെ വന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടെ എന്തോ കളിച്ചോണ്ടിരിക്കുന്നു. എൻ്റെ അടുക്ക് അത് ഗൗരി എന്താന്ന് ചോദിച്ചു. എനിക്കറിയാം ഗൗരി, ഞാൻ അവിടെ കളിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ അവളെ മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ ഗൗരീനെ കാണുന്നില്ല. അമ്മ ടെൻഷനായി. അമ്മ ഫുള്ള് ഇങ്ങനെ ഗൗരിയെ തപ്പി, അയ്യോ ഗൗരിമോളെ ഗൗരിമോളെ എന്ന് വിളിച്ച് നടക്കുക. അങ്ങനെ ലാസ്റ്റ് എന്നെ ഇവിടുന്ന് കിട്ടി. നീ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഇടയിലൊരു വിറ്റുണ്ടേ. അങ്ങനെ ഗൗരിനെ തപ്പി 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 അപ്പോൾ ഉടനെ ഒരു അടിയന്തരം കൂടാനുള്ള ആൾക്കാർ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുള്ള് കൂടിയേ. അങ്ങനെ ലാസ്റ്റ് അവർ ഫുള്ള് ഇവിടെ ഇങ്ങനെ ഇവളെ തപ്പി നടക്കുന്നു. അമ്മയാണെങ്കിൽ എന്നെ വിളിച്ചോണ്ട് ഒരു കുളത്തിൻ്റെ അവിടെ പോയിട്ട് ഗൗരിമോളേന്ന് വിളിച്ച്. അപ്പോൾ കുളത്തിൻ്റെ അപ്പുറത്തൊരു കണ്ടം. ആ കണ്ടം എന്ന് പറഞ്ഞാൽ പാടമാണ്. അപ്പോൾ പാടത്തിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് ഗൗരി പോയത്. അപ്പം ഞാൻ കേട്ട് ഗൗരിമോളെന്ന് വിളിക്കാനായിട്ട് ഞാൻ എന്താ വെച്ചു. അപ്പോൾ എൻ്റെ ബുദ്ധിമതിയായ അമ്മ വിചാരിച്ച് അവള് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണ് എന്താ വിളിക്കുന്നത്. അയ്യോ എൻ്റെ മോള് വെള്ളത്തിൽ പോയ, എൻ്റെ മോള് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞത് കാറി കൂയി ബഹളം വെച്ച്. അങ്ങനെ ഞാൻ തിരിച്ചപ്പോൾ വിളി കേട്ടി ഞാൻ തിരിച്ചപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോയപ്പോൾ നോക്കിയപ്പോൾ പശു അവിടെ ആ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പശുവിനെ പേടിയതുകൊണ്ട് ബുദ്ധിമതിയെ ഞാൻ പശുവിന് കൊടുക്കാനുള്ള പുല്ലിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നു. എൻ്റെ ചവിട്ട് കിട്ടുന്നത് ഭാഗ്യം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയോ എൻ്റെ വീടിൻ്റെ അകത്തുള്ളൊരു ആൻറ്റി വന്ന് എന്നെ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് എത്തിച്ച്. ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ, ലിറ്ററലി ഒരു അടിയന്തരം കൂടാനുള്ള ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു. ഞാനിങ്ങനെ എന്താ എന്താ പ്രശ്നം അറിയാൻ അടി കൊടുത്ത് എടുത്തോണ്ട് അവരുടെയൊക്കെ മുഖത്തില്ല എന്നെ ഒരു അടിയന്തര സാധ്യത നഷ്ടപ്പെട്ടെന്നൊരു ലുക്ക്. എന്താ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് സൺസ്ക്രീൻ ഇട്ട് ഇപ്പൊ അലോവേര ജെൽ, മോയ്സ്ചറൈസറിന് വരാം ജെല്ലാണ് നമ്മൾ ഹെൽത്ത് സ്കിൻ കെയർ. അപ്പൊ നമ്മൾ പിരികൊക്കെ ആദ്യം ഒന്ന് ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ പിരികൊക്കെ ചെയ്യുന്നത്. എനിക്ക് കുഞ്ഞി കൺപീലിയാണ് ഗൈസ്. കൺപീലി വളരാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അപ്പൊ ഇനി പിരികത്തിന് നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടി കട്ടി വരച്ചാൻ വേണ്ടി. അയ്യോ, നീ ബ്രോസ് ഇതെടുത്തില്ലേ? എടുത്ത് എവിടെ ഉണ്ടല്ലോ. എന്തായാലും ഇവളുടെ ഇങ്ങനെ മസ്കാരോട് തന്നെ ഇതിപ്പോൾ എൻ്റെ ഐഡിയ ആണ് കേട്ടോ. നമ്മളിത് ആദ്യം ഈ ഒരു ഹിമാലയയുടെ ലൈനർ എടുക്കുക. എന്നിട്ട് ലൈനറല്ല കാജൽ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് കണ്ടോ, ഇങ്ങനെ കിട്ടും നന്നായിട്ട്. കണ്ടോ? ഇനി നമുക്ക് ഞാനല്ലേ സുന്ദരി ഇവളെക്കാളും അല്ല. ഇനി നമുക്ക് ഐഷാഡോ വെക്കാം. പാറു പൊതുവേ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടാണ് കണ്ണിൽ ഐഷാഡോ ഇടുന്നത്. കുറേ മറ്റേ ഭയങ്കര എറിച്ച് നിൽക്കണ കളർ. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ കണ്ടോ ജസ്റ്റ് ഒരു ഗോൾഡ് കളർ എടുക്കണം. പാറു ഈ കളർ എടുക്കണേ, ഞാൻ ഈ കളർ എടുക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ പോലെയല്ലോ എടുക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഷാഡോ എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ പാറുവിന് ഷാഡോ ഇട്ട് കൊടുത്തു. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് കണ്ണിൽ വരുന്നത്. അപ്പോൾ ഞാൻ 2 കണ്ണിലും അത് ഇട്ട് കൊടുത്തു കേട്ടോ. അയ്യോ, നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടില്ല. സാരല്ല, കണ്ണ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടാം. അപ്പോൾ ഇതൊരു ഫൗണ്ടേഷൻ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു ഫൗണ്ടേഷൻ ഉണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ അത് കോമ്പാക്റ്റ് ആണ്, ഒരു BB ക്രീമാണ്. ഷീർ കവറേജ് എടുത്തുള്ളൂ. ഇത് കോമ്പാക്റ്റ്, നല്ല കോമ്പാക്റ്റ് ആണ്. റിനി റോയ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. അത് തീരാറായി യൂസ് ചെയ്തിട്ട്. സോറി ഗൈസ്, എനിക്ക് ക്യാമറ കണ്ടോ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ തോന്നുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഒരു BB ക്രീം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇപ്പോൾ ഷെയ്ഡ് അവളുടെ എല്ലാം തോന്നും, പക്ഷേ
ഇത് ബ്ലെൻഡൊക്കെ ആകുമ്പോൾ ഷീർ കവറേജ് കിട്ടത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അല്ല ആങ്കി ചെയ്യേ. ഇനി വേറെ കഥയൊക്കെ പറ. പാറു ഇവിടെ. പിന്നെ ഗൈസ് ട്വിൻസ് ആവുന്ന ഭയങ്കര പാടുള്ള പരിപാടിയാണ് കേട്ടോ. എനിക്ക് ഇവള് ഓരോ കുരുത്തക്കേട് കാണിച്ചതിനൊക്കെ എൻ്റെ ടീച്ചർ പല തവണ അടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ട്. ബാഡ് സൈഡ് ഓഫ് ബീയിങ് ട്വിൻസ് ആണ് അതൊക്കെ. പിന്നെ പക്ഷേ നമുക്ക് എപ്പോഴും അടി അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ടാപ്പ് ചെയ്യും. നീ എന്ത് മേക്കപ്പാ പോ ചീത്ത. അപ്പോൾ ദാ പാറു ഇത് അടിച്ച് 1 eternity later. ഓക്കെ, അപ്പോൾ പാറുദ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ആഫ്റ്റർ 1 കൊല്ലം. അതെ, കുറേ നേരം. ഇനി നമ്മൾ കൂടുതലായിട്ട് പാറുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ബ്ലഷ്. പാറുവിന് ബ്ലഷ് എത്ര ഇട്ടാലും മതി വരത്തില്ല. ചുക്കിയാണ് ചോട്ടാ ഭീമിയുടെ. ബ്ലഷ് ബ്ലൈൻഡ്നെസ് ഉണ്ട് ഗൈസ്. അപ്പോൾ പാറു എനിക്കിപ്പോൾ ബ്ലഷ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ? അതൊക്കെ കുറക്കാം. ഇവിടെ അപ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇവിടെ കറക്റ്റ് അല്ലേ? ഹായ് ഗൈസ്, എൻ്റെ ന്യൂ നെയിൽസ്. അത് പാറുവിൻ്റെ ഒറിജിനൽ നെയിൽസ് ആണ് ഗൈസ്. ഞാൻ ഇന്ന് നെയിൽ പോളിഷ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ആയില്ലേ? ബ്ലെൻഡ് ആയില്ലേ? ഓക്കെ. ഇനി നമുക്ക് പാറുവിന് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫേസസ് കാനഡ ആണ്, അത് തന്നെ ഞാൻ ഇട്ടേക്കണം. ഈ ഷെയ്ഡ് നമുക്ക് ഷെയ്ഡില്ല, വാഷ് ഔട്ട് ആകുമെങ്കിലും അകത്തിട്ടിട്ട് നമ്മൾ ഒരു ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. എനിക്ക് കണ്ണ് കാണാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെക്സ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കണ്ണ് കാണാൻ ഈ ഡിസ്റ്റൻസ് വെച്ച് സൂപ്പർ ആണെന്ന് അടുത്ത് വന്നപ്പോഴായി. അപ്പോൾ ഇതൊരു ചുണ്ടിനിമണിയാണ്. ഓക്കെ, ഇനി ലിപ് ഗ്ലോസ് ഇടാം നമുക്ക്. അപ്പോൾ ഗ്ലോസ് ഞാൻ ഇട്ടില്ലായിരുന്നു ഗൈസ്. ഇവിടെ ഈച്ച നടക്കുന്നു. ഓക്കെ, കുറച്ചുകൂടെ വേണം. എന്താണ്? അയ്യോ, ഞാൻ എയറിലാകോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ടുള്ള കണ്ണ്. അതെനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എഴുതണ പോലെയാണ് കേട്ടോ കണ്ണെഴുതി കൊടുക്കണേ. അല്ല, എനിക്ക് വാലുള്ളതാണ് ഇഷ്ടം. 6 വർഷം കൊഞ്ചല് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മസ്കാര. എന്താണ് ഇട്ടോ മസ്കാര കേട്ടോ. ഇത് ഗെറ്റ് റെഡി വിത്ത് ഞാനാണ് ഒരുക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പാറുവിനെ ഫുൾ ഒരുങ്ങണേ. എനിക്ക് മസ്കാര ഇട്ടിട്ടൊന്നും കാര്യമില്ല ഗൈസ്, കുഞ്ഞി കൺവില്ല. അതെന്തിട്ടാലും അങ്ങനെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് എൻ്റെ പോലെ സാരി കൊടുത്തു കൊടുക്കാവേ. ബൈ, സാരി എടുത്തിട്ട് വരാം. ബൈ ഗൈസ്. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? ഒരേപോലെ ഉണ്ടോ? അപ്പോൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.